ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ സാംസങ് S24 എടുത്തിട്ടുണ്ട്. ഒരുപാട് കാത്തിരുന്ന് എടുത്തൊരു മുതലാണ് സാംസങ് S24. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോൺ എന്ന് വെച്ചാൽ വലിയൊരു ഉപകാരമാണ് കിട്ടിയത്. കാരണം എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ടും സാംസങ് S24 എനിക്ക് ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു. പിന്നെ മെയിനായിട്ട് ഈ ഒരു ഫോൺ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ്റെ ചാനലാണ് കേട്ടോ. എൻ്റെ അനിയൻ്റെ ചാനലിലെന്ന് വെച്ചാൽ 1.9K സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ അടങ്ങിയിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ ഫോണിലായിരുന്നു. ആ ഒരു ഫോൺ ഹോണോർ 8X ആണ്. ആ ഒരു ഫോണാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് പുതിയ ഫോൺ എടുക്കണം എന്നുണ്ടായിരുന്നു. ഉമ്മാക്ക് നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു, ഒരു ഫോൺ എടുക്കണം. കാരണം ആ ഫോണിൽ ഇനി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും നിലം പതിച്ച് പോയിട്ടുണ്ടായിരുന്നു ആ ഫോണിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. ആ ഒരു ഫോണിലാണ് നമ്മൾ 3-4 വർഷം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത്ര വർഷത്തിനുള്ളിൽ ആ ഫോൺ പൊട്ടിപ്പൊളിഞ്ഞാകെ ഇല്ലാണ്ടായിട്ടുണ്ട്. കുറേ അങ്ങനെയൊക്കെ ഒരുപാട് ഡാമേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മളെ മനസ്സിലോട്ട് ഒരു പുതിയ ഫോൺ എടുക്കണം എന്നുള്ളൊരു ചിന്താഗതി വന്നത്. ഈ ഒരു ഫോൺ പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് കേട്ടോ നമുക്കൊരു ഫോൺ എടുക്കണം എന്നുള്ളൊരു ചിന്താഗതി വരുന്നത്. അപ്പോൾ ഞങ്ങളെ മനസ്സിലോട്ട് ആദ്യം വന്നത് ഐഫോൺ എടുക്കണം എന്നുള്ളതായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഐഫോൺ നല്ലൊരു ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അനിയന് ഐഫോൺ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അവൻ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്താൽ ഇങ്ങനെ പച്ച വരാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. ഐഫോൺ വേണ്ടെന്നായിരുന്നു അനിയൻ്റെ ഒരു നിലപാട്. അപ്പോൾ ഞങ്ങളെ മനസ്സിൽ അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ പിന്നെ ഐഫോൺ വേണ്ട, പിന്നെ ഏതാ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ, അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സാംസങ് S24 എത്തിപ്പെട്ടത്. ഈ ഒരു സാംസങ് S24 നമ്മൾ മേടിച്ചിട്ടുള്ളത് കൊളത്തൂരിൽ നിന്നുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. കൊളത്തൂരത്തെ ആ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു. അവിടെ തന്നെയാണ് നമ്മൾ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുകയും ഫോൺ അൺബോക്സ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അനിയനാണ്. ആ ഒരു വീഡിയോ കൊടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റിയാണ്, ക്യാമറ ക്വാളിറ്റിയാണ്. എനിക്ക് ഫോണിൽ വീഡിയോ എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാനും ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ബട്ട് ഇതുവരെ അതിന് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോൺ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഫോൺ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇനി ഇത് മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ അതിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂമിങ് ക്വാളിറ്റിയാണ്. ഇറ്റ്സ് ഓസം ഗൈസ്. സത്യം പറയാലോ, ഞാൻ നമ്മുടെ സാധാരണ ഫോണിൽ എത്രത്തോളം സൂം പോകും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു സാംസങ് S24 കിട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് അതിലെടുത്ത് ഞാൻ കൊച്ചു സംഭവങ്ങളാണ് എടുത്തിട്ട്, പിന്നെ ഞാനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അല്ലാണ്ട് ഈ ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക അടിപൊളിയാണ്. ഞാനിതിലെടുത്ത വീഡിയോസ് എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചെടികളും പാറ്റകളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് ആണല്ലോ ഈ സൂമിങ് ക്വാളിറ്റി. സൂമിങ്ങിൻ്റെ ഒരു വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട്. 1 അല്ല 2-3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുക്കാം. അപ്പോൾ വിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബെനിഫിറ്റാണ്. പിന്നെ എനിക്കിതിൽ ഒന്നും പാടി ഹെൽപ്ഫുള്ളല്ല, എനിക്കിപ്പോൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളൊരു കാര്യമാണ് ഈ കുറച്ചും പാടി അവിടെ നിന്നിരുന്നെങ്കിൽ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഫോട്ടോ അടിപൊളി ആയേനെ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബെനിഫിറ്റും പാടി എനിക്ക് ഒരു സാംസങ് S24 കിട്ടിയിട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് AI വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് മാറ്റാൻ നമ്മുടെ പിക്ക് കാര്യങ്ങളൊക്കെ. അത് വീഡിയോയിലായിരുന്നില്ല, പിക്ചറിലാണ് ആ ഒരു AI എന്താ പറയുക
ആ ഒരു AI സെറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് എൻ്റെ ഫോട്ടോ മാറ്റാം. പിന്നെ നമുക്ക് ഇല്ലാത്ത സാധനങ്ങൾ നമ്മുടെ ഫോട്ടോയിൽ വരുത്താനും നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 വീഡിയോയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയാണ് എനിക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ എടുത്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ. കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ വിശദീകരിക്കണം എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കറിയണ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.